നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഉദ്യോഗാർത്ഥികൾ കുറെ നാളായിട്ട് കാത്തിരുന്ന KSന്റെ വിജ്ഞാപനം വരാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന വിജ്ഞാപനമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ വിജ്ഞാപനം മാർച്ച് മാസം 7-ാം തീയതിയാണ് വരുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷന്റെ ഡേറ്റ് ഓർക്കുക, മാർച്ച് 7. റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരി 16-നാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ പടിപടിയായിട്ട് എക്സാമിന്റെ ഡേറ്റുകളെല്ലാം വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ 2025 മാർച്ച് 7-ന്, പ്രിലിംസിന്റെ പരീക്ഷ 2025 ജൂൺ മാസം 14. അപ്പൊ ഈ വർഷം ജൂൺ 14-ന് KSന്റെ പ്രിലിംസ് നടക്കാൻ പോകുന്നു. ഇതിന്റെ പ്രസിദ്ധീകരണ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തെരഞ്ഞെടുപ്പിനായി 2025 മാർച്ച് 7-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി 2026 ഫെബ്രുവരി 16-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ പ്രിലിംസ് ഉണ്ടായിരിക്കും, മെയിൻസ് ഉണ്ടായിരിക്കും, ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഈ 3 ഘട്ടങ്ങളും കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് 2026 ഫെബ്രുവരി 16-നാണ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. KS തെരഞ്ഞെടുപ്പിന് ഒറ്റഘട്ടമായി 100 മാർക്ക് വീതമുള്ള 2 പേപ്പർ അടങ്ങിയ പ്രാഥമിക പരീക്ഷ 2025 ജൂൺ 14-നാണ് നടക്കുന്നത്. അപ്പോൾ പ്രിലിംസ് ഒറ്റ ഘട്ടമായിട്ടേ നടക്കത്തുള്ളൂ. 2025 ജൂൺ മാസം 14 2 പേപ്പർ ഉണ്ടായിരിക്കും. ഇനി 100 മാർക്ക് വീതമുള്ള 3 പേപ്പർ അടങ്ങിയ അന്തിമ വിവരണാത്മക പരീക്ഷ, ഡിസ്ക്രിപ്ഷനാണ്, 2025 ഒക്ടോബർ 17-18 തീയതികളിൽ നടത്തും. 2026 ജനുവരിയിൽ അഭിമുഖം പൂർത്തിയാക്കി ഫെബ്രുവരി 16-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. പ്രാഥമിക പരീക്ഷയുടെയും അന്തിമ പരീക്ഷയുടെയും സിലബസ് വിജ്ഞാപനത്തോടൊപ്പം പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ തവണത്തെ KS തെരഞ്ഞെടുപ്പിന്റെ സിലബസ് ആണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അതേ സിലബസ് തന്നെ, സിലബസിന് മാറ്റമൊന്നുമില്ല. പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമാക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പൊ പ്രിലിംസിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. KS പരീക്ഷയ്ക്ക് ഉറ്റുനോക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ഈ വിവരം ഒന്ന് അറിയിക്കുക. പരിശീലനം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ. നല്ല ഒരു അവസരമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ IAS സമാനമായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഉടനെ തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം. നല്ലൊരു അവസരം മിസ്സാക്കി കളയരുത് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുമല്ലോ. ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തേക്കൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.